പ്രത്യേകിച്ച് പ്രത്യക്ഷമായിട്ട് കണ്ടാൽ കഴിഞ്ഞ 9 വർഷമായിട്ട് കേരളത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് കേരളത്തിൽ ആഭ്യന്തര വകുപ്പിൽ കാണുന്നത് RSS വൽക്കരണമാണ്, സംഘപരിവാർ വൽക്കരണമാണെന്നുള്ള വിമർശനം ഞങ്ങൾക്കുള്ളതാണ്. അത് കഴിഞ്ഞ നിയമസഭാ ബൈ ഇലക്ഷൻ, പാലക്കാട് ബൈ ഇലക്ഷൻ സമയത്ത് നമ്മൾ പ്രത്യേകം കണ്ടതാണ്. ചേലക്കരയിൽ ന്യൂനപക്ഷ മോർച്ചയുടെ മുനമ്പത്തെ സമരവുമായി ബന്ധപ്പെട്ടുള്ള ഒരു നോട്ടീസ് ഇറങ്ങി. ആ ചേലക്കര ബൈ ഇലക്ഷനിൽ 40,000 വോട്ടിന്, അതിന് മുമ്പത്തെ തെരഞ്ഞെടുപ്പിൽ LDF ജയിച്ച സ്ഥലത്ത് 12,000 വോട്ടിന് മാത്രമാണ് ജയിക്കുന്നത്. അതിന് സാഹചര്യം ഏകദേശം BJPക്ക് 12,000 വോട്ട് കൂടുന്നു, അൻവറിൻ്റെ മത്സരത്തോടെ 10,000 വോട്ട് അങ്ങനെ പോകുന്നു. അപ്പോൾ മൊത്തം നോക്കുമ്പോൾ ഒരു 15,000 വോട്ട് അങ്ങനെ ഷിഫ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു പക്ഷേ സർക്കാർ വിരുദ്ധ വോട്ടുകൾ UDFലേക്ക് വരേണ്ടതാണ്, ഇടയ്ക്ക് ഇവർ ഒരു ചാല് കെട്ടി തിരിച്ച് വിട്ടത്. അല്ലെങ്കിൽ ആ ന്യൂനപക്ഷ മോർച്ചയുടെ നോട്ടീസ് ഇല്ലെങ്കിൽ അവിടെ UDF ജയിക്കുന്ന സാഹചര്യം ഉണ്ടാവും അല്ലേ? അപ്പോൾ അങ്ങനെ പല രീതിയിലുള്ള സാഹചര്യങ്ങളുണ്ടാകുന്നത്. അപ്പോൾ കേരളത്തിലെമ്പാടും BJPക്ക് CPMന് അനുകൂല താല്പര്യങ്ങളാണ് ഉള്ളത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷമല്ലേ ബാലശങ്കർ, ഓർഗനൈസറിൻ്റെ എഡിറ്ററായിരുന്ന ബാലശങ്കർ പറഞ്ഞത് 50-ലധികം സീറ്റുകളിൽ RSSൻ്റെ പിന്തുണ CPMന് ഉണ്ടായിരുന്നു തുടർ ഭരണം കിട്ടാൻ വേണ്ടിയിട്ട്. കോൺഗ്രസ് വിമുക്ത ഭാരതത്തിന് വേണ്ടിയിട്ട് CPMനെ പിന്തുണച്ചു കേരളത്തിൽ എന്ന് പറയുന്നുണ്ടല്ലോ. അത് അവർ പറഞ്ഞല്ലേ, ഞങ്ങൾ പറഞ്ഞ നരേറ്റീവ് അല്ല. അതിനുശേഷമായാലും ഇപ്പോൾ നിലമ്പൂർ ബൈ ഇലക്ഷനിൽ BJPയുടെ ആദ്യത്തെ സ്റ്റാൻഡ് സ്ഥാനാർത്ഥിയെ നിർത്തേണ്ടെന്നായിരുന്നു, NDA സ്ഥാനാർത്ഥി നിർത്തേണ്ടെന്നായിരുന്നു, BDJSന് സ്ഥാനാർത്ഥിത്വം വേണ്ട എന്നായിരുന്നു. അവസാനം എവിടെന്നോ തപ്പി കണ്ടുപിടിച്ച് ഒരാളെ കൊണ്ടുവന്ന് സ്ഥാനാർത്ഥിയാക്കിയതിന് ശേഷം മെമ്പർഷിപ്പ് കൊടുക്കുന്നു. ലോക ചരിത്രത്തിൽ നമ്മളൊരു പാർട്ടി സ്ഥാനാർത്ഥിയാക്കിയതിന് ശേഷം പാർട്ടി മെമ്പർഷിപ്പ് കൊടുക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടോ? അപ്പം അങ്ങനെയില്ല. അപ്പോൾ അവർക്ക് പോലും അപ്രസക്തനായിട്ടുള്ള BJPക്കാർക്ക് പോലും വോട്ട് ചെയ്യാൻ തോന്നാത്ത ഒരു സ്ഥാനാർത്ഥിയെ അവർക്ക് വേണം, അങ്ങനെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി. അതിൻ്റെ അർത്ഥം CPMനെ പിന്തുണയ്ക്കാൻ വേണ്ടിയിട്ടാണ്. മാത്രമല്ല, ഗാന്ധിവധത്തിൻ്റെ പേരിൽ ആക്ഷേപിക്കപ്പെട്ട, ഗാന്ധിവധത്തിൻ്റെ സൂത്രധാരൻ എന്ന് പറഞ്ഞ് ആക്ഷേപം നേരിട്ടുകൊണ്ടിരിക്കുന്ന, പതിറ്റാണ്ടുകളായിട്ട് ആക്ഷേപം നേടുന്ന ഹിന്ദു മഹാസഭയുടെ പിന്തുണ CPMന് കിട്ടുന്നു. അതിൽ BJPക്ക് ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ല. ഹിന്ദു മഹാസഭ എന്ന് പറയുന്ന ബീഫ് സ്വാമിയുണ്ട്, തോക്ക് സ്വാമിയുണ്ട്. ഏത് സഭയാണ് യഥാർത്ഥ ഹിന്ദു മഹാസഭ എന്ന് നമുക്കറിയില്ല. എന്തായാലും ആ പിന്തുണ കിട്ടുന്നതിൽ CPMന് അത് മേടിക്കുന്നതിന് തടസ്സമില്ല. അവരെ പോലുള്ള ആളുകൾ ഇലക്ഷൻ കമ്മിറ്റി ഓഫീസിൽ വന്ന് പോളിറ്റ് ബ്യൂറോ മെമ്പർ A വിജയരാഘവനെ കണ്ടതിൽ അവർക്കൊരു അഭിപ്രായ വ്യത്യാസമില്ല, ഒരു കുഴപ്പവും തോന്നുന്നില്ല. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായതിൽ BJPക്കും അഭിപ്രായ വ്യത്യാസമില്ല. എല്ലാ ചർച്ചകളും ജമാഅത്തെ ഇസ്ലാമിയുടെ പുറകെയാണ്. എനിക്ക് മനസ്സിലാകാത്തത്, ഈ ജമാഅത്തെ ഇസ്ലാമി വെൽഫെയർ പാർട്ടി ഒന്നും അത്ര വലിയ ശക്തമായ ഒരു പാർട്ടിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നിലമ്പൂരും അത്ര വലിയൊരു ഇൻഫ്ലുവൻഷ്യൽ ഫാക്ടറാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നിലമ്പൂരിലെ ജനങ്ങൾ എന്തായാലും അവർക്ക് കഴിഞ്ഞ കാലങ്ങളിൽ പെൻഷൻ കിട്ടാത്തത്, റേഷൻ മുടങ്ങുന്നത്, ശമ്പളം മുടങ്ങുന്നത്, വന്യജീവികളുടെ അക്രമം നേരിടുന്നത്, അത്തരത്തിലുള്ള, അല്ലെങ്കിൽ അവിടുത്തെ കുട്ടികളുടെ SC/ST കുട്ടികളുടെ ഗ്രാൻഡ് വെട്ടിക്കുറയ്ക്കപ്പെടുന്നത്, ആദിവാസികളുടെ സമരം, മനുഷ്യരുടെ നിത്യോപയോഗ സാധനങ്ങളുടെ വില വർദ്ധിക്കുന്നത്, ജീവൻ രക്ഷാമരുന്നുകളുടെ വില വർദ്ധിക്കുന്നത്, കാരുണ്യ ചികിത്സാ പദ്ധതിയും മുഴുവൻ രീതിയിലുള്ള സാമ്പത്തിക സഹായങ്ങളും ഇല്ലാതാക്കപ്പെടുന്നത്, സാധാരണ മനുഷ്യന് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം കേരളത്തിൽ ഉണ്ടാകുന്നുണ്ട്. ഈ ദുസ്സഹമായ സാഹചര്യത്തെ വിലയിരുത്തിക്കൊണ്ട് വോട്ട് ചെയ്യുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി ജമാഅത്തെ ഇസ്ലാമി കഴിഞ്ഞ പുതുപ്പള്ളി ബൈ ഇലക്ഷൻ്റെ സമയത്ത്, തൃക്കാക്കര ബൈ ഇലക്ഷൻ്റെ സമയത്ത്, പാലക്കാട് ബൈ ഇലക്ഷൻ്റെ, ചേലക്കര ബൈ ഇലക്ഷൻ്റെ, വയനാട് ബൈ ഇലക്ഷൻ്റെ സമയത്തൊക്കെ ഇവർ ആദ്യം കയറി അങ്ങ് പറയും ജമാഅത്തെ ഇസ്ലാമി വെൽഫെയർ പാർട്ടി, വർഗീയ ശക്തികളുടെ പിന്തുണ UDFനെന്ന്. തോറ്റ് കഴിയുമ്പോൾ പറയാമല്ലോ അവരുടെ പിന്തുണ കൊണ്ടാണ് തോറ്റത്, അവരുടെ പിന്തുണ UDFന് കൊടുത്തുകൊണ്ടാണ് തോറ്റതെന്ന്. അല്ലാതെ മനുഷ്യന്മാർ വോട്ട് ചെയ്തിട്ടാണ് തോറ്റെന്ന് MP ഗോവിന്ദൻ മാഷ് സമ്മതിച്ചായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കഴിഞ്ഞ ലോക്സഭാ പൊതു തെരഞ്ഞെടുപ്പിന് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോറ്റതിന് ശേഷം CPMന്റെ സംസ്ഥാന സെക്രട്ടറിയുടെ സ്റ്റേറ്റ്മെന്റ് എന്തായിരുന്നു അറിയോ? ഈഴവര് BDJS വഴി BJPയെ പിന്തുണച്ചു, ക്രൈസ്തവ മുസ്ലിം ന്യൂനപക്ഷങ്ങൾ UDFനെ പിന്തുണച്ചു, ഭൂരിപക്ഷ സമുദായങ്ങൾ BJP അല്ലെങ്കിൽ UDFനെ പിന്തുണച്ചു. അങ്ങനെ സമുദായം തിരിച്ചാണ് CPMന്റെ സംസ്ഥാന സെക്രട്ടറി ആ വോട്ട് ഷെയറിനെ പറഞ്ഞത്. അല്ലാതെ സാധാരണ മനുഷ്യന്മാർ UDFന് വോട്ട് ചെയ്തു, CPMന് വോട്ട് ചെയ്തില്ല, LDFന് വോട്ട് ചെയ്തില്ല എന്ന് കാണാനല്ല ഇവർ ആഗ്രഹിക്കുന്നത്. ഇവിടെയും ജമാഅത്തെ ഇസ്ലാമി മോശക്കാരാകുന്നു. പണ്ട് 1996 മുതൽ ഇവർക്ക് 2016 വരെ ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ ഇവരെ സഹായിച്ചിട്ടുള്ള, പല കാലഘട്ടങ്ങളിൽ ഇവരെ പിന്തുണച്ചിട്ടുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ വേണ്ടെന്ന് ഇവർ പറഞ്ഞിട്ടില്ല. ഇവർക്ക് പിന്തുണ കൊടുക്കാത്തപ്പോൾ ജമാഅത്തെ ഇസ്ലാമി മോശപ്പെട്ട ആളുകൾ. എനിക്ക് മനസ്സിലാകാത്ത ഒരു ലോജിക്കാണത്. ഇവരുടെ P ജയരാജൻ തന്നെ പുസ്തകം എഴുതി, പൊളിറ്റിക്കൽ ഇസ്ലാം എന്നൊക്കെ പറഞ്ഞ് പുസ്തകം എഴുതി പിണറായി വിജയനെ കൊണ്ട് അത് പ്രകാശനം ചെയ്യിച്ച് PDP കേരളത്തിലെ ചെറുപ്പക്കാരെ മുസ്ലിം മത തീവ്രവാദത്തിലേക്ക് നയിച്ചു എന്ന് പറയുന്ന ആക്ഷേപം നേടുന്ന മദനിയുടെ PDPയെ പിന്തുണ ഇവർക്ക് സ്വീകരിക്കാം. ഗാന്ധിവധത്തിൻ്റെ സൂത്രധാരന്മാരായിട്ടുള്ള ഹിന്ദു മഹാസഭ എന്ന് അവകാശപ്പെടുന്ന കള്ളസ്വാമിമാരുടെ പിന്തുണ ഇവർക്ക് സ്വീകരിക്കാം. അതിനൊക്കെ താത്വിക അവലോകന കവറേജ് കൊടുക്കുന്ന സ്ഥാനാർത്ഥിയായിട്ടുള്ള M സ്വരാജും MP ഗോവിന്ദൻ എന്ന് പറയുന്ന സംസ്ഥാന സെക്രട്ടറിയും. ഞാൻ ഒരു കാര്യം അർദ്ധശങ്കയ്ക്കിടയില്ലാതെ പറയാം, തെരഞ്ഞെടുപ്പാകുമ്പോൾ പല ആളുകളും പിന്തുണയ്ക്കും. പിന്തുണ വേണ്ടാന്ന് കേരളത്തിൽ ഒരു സ്ഥാനാർത്ഥിയും പറയില്ല.